ഓപ്പറേഷൻ നുംകൂറിന്റെ പേരിൽ പിടിച്ചെടുത്ത വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് നടൻ ദുൽഖർ സൽമാൻ നൽകിയ ഹർജിയിൽ ഹൈക്കോടതി കസ്റ്റംസിനോട് വിശദീകരണം തേടി. ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ച പരിഗണിക്കും. നിയമവിധേയമായാണ് വാഹനം വാങ്ങിയതെന്നാണ് ദുൽഖറിന്റെ വാദം. ഓപ്പറേഷൻ നുംഖോറിന്റെ ഭാഗമായി പിടിച്ചെടുത്ത ലാൻഡ് റോവർ ഡിഫൻഡർ വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ടുള്ള ദുൽഖർ സൽമാന്റെ ഹർജിയിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കസ്റ്റംസിനോട് വിശദീകരണം തേടിയത്. ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ച വീണ്ടും പരിഗണിക്കും. താൻ നിയമപരമായി തന്നെയാണ് ഇടപാടുകളെല്ലാം നടത്തിയിരിക്കുന്നതെന്നും ഹാജരാക്കിയ രേഖകളൊന്നും പരിശോധിക്കാതെ തീർത്തും നിയമവിരുദ്ധമായിട്ടാണ് കസ്റ്റംസ് നടപടിയെന്നുമായിരുന്നു ദുൽഖറിന്റെ വാദം. വാഹനം പിടിച്ചെടുത്ത നടപടി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് ഹർജി. റെഡ് ക്രോസ് ഡൽഹിയിലെത്തിച്ച വാഹനത്തിന്റെ ഇൻവോയിസ്, ബിൽ ഓഫ് എൻട്രി ഉൾപ്പെടെയുള്ള രേഖകൾ തന്റെ പക്കലുണ്ടെന്നും ദുൽഖർ സൽമാൻ ഹർജിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. നികുതി അടച്ചില്ലെന്ന കസ്റ്റംസിന്റെ വാദം വസ്തുതാവിരുദ്ധമാണെന്നും ദുൽഖർ സൽമാൻ വാദമുന്നയിച്ചു. ഓപ്പറേഷൻ നുംഖോറുമായി ബന്ധപ്പെട്ട് ദുൽഖറിന്റെ 4 വാഹനങ്ങളാണ് സംശയനിഴലിൽ ഉള്ളത്. അതിലൊരു ലാൻഡ് റോവറാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. റെയ്ഡിൽ ചലച്ചിത്ര താരങ്ങൾ, വ്യവസായികൾ എന്നിവരുടേതുൾപ്പെടെ 36 കാറുകൾ കസ്റ്റംസ് പിടിച്ചെടുത്തിട്ടുണ്ട്. 188ഓളം കാറുകൾ സംസ്ഥാനത്ത് വിൽപ്പന നടത്തിയതായാണ് വിവരം. ജനം, കൊച്ചി.